ജനം ടി വിയുടെ MD കൂടിയായിട്ടുള്ള ചെങ്കൽ രാജശേഖരൻ നായർ സാർ ഇവിടെ ഉണ്ട്. സാർ, പ്രധാനമന്ത്രി എത്തുകയാണ്, എല്ലാവരും വലിയ ആവേശത്തിലാണ്. തിരുവനന്തപുരത്തുകാരൻ എന്ന നിലയിൽ എന്തൊക്കെയാണ് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ? ഇത് കേരളത്തിൻ്റെ ഒരു ആവേശമാണ്, കേരളത്തിൻ്റെ അല്ല ഭാരതത്തിൻ്റെ. കാരണം ഭാരതം കേരളത്തിനെ നോക്കുമ്പോൾ കേരളത്തിലൊരു മാറ്റം വേണമെന്നുള്ളൊരു മാറ്റമാണ് നമുക്കിപ്പം തന്ന ഇവിടുത്തെ കോർപ്പറേഷൻ. ഇതിലൂടെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിട്ടുള്ള മൊത്തമായിട്ടുള്ള BJPയുടെ കേരളത്തിലെ എല്ലാ പ്രവർത്തകരും ആവശ്യത്തോട് വന്നിരിക്കുകയാണ്. ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കാം. പ്രൈം മിനിസ്റ്റർ വന്നിട്ട് നഗരത്തിന് എങ്ങനെ മാറ്റി ഇതിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വരാതിരിക്കാനാണ് ഈ രണ്ട് പാർട്ടികളും BJP ഏതൊക്കെ രീതിയിൽ തടസ്സപ്പെടുത്തുക അതൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അതൊക്കെ മാറ്റി വന്നു എന്നുള്ള സന്തോഷമാണ്. ആ സന്തോഷത്തിലാണെന്ന് എല്ലാവരും. എന്തായാലും ഈ പറഞ്ഞ ചില പ്രതീക്ഷകൾ ഉണ്ടാകുമല്ലോ, ചില സെഗ്മെന്റുകളിൽ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമോ മോഹമോ ഉണ്ടോ? ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ടാവും, ഒരുപാട്. കാരണം ഇവിടുത്തെ കുറേ 45 വർഷമായിട്ട് ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല. ഇത് യാഥാർത്ഥ്യമാണ്, ആളുകളെ പറ്റിക്കുന്നതിനപ്പുറമല്ല. അപ്പോൾ യാഥാർത്ഥ്യ വികസനത്തിന് വേണ്ടി വരുമ്പോൾ നല്ല പ്രഖ്യാപനങ്ങളായിരിക്കും, ഏറ്റവും നല്ല പ്രഖ്യാപനമായിരിക്കും. കേരളം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന വികസനം. ഏറ്റവും നല്ല ആൾക്കാരാണ് മലയാളികൾ. കേരളം ഏറ്റവും ഭംഗിയുള്ള നമ്മളെ നാടാണ്. അതിലൊരു ചെറിയ വികസനം തന്നെ വന്നാൽ ലോകത്തിലെ ഏറ്റവും ഉന്നത സ്റ്റേറ്റായിട്ട് നമ്മൾ മാറും. സന്തോഷം. അപ്പോൾ അദ്ദേഹവും പറയുന്നത് അങ്ങനെയാണ്, വലിയ പ്രതീക്ഷകളാണുള്ളത്. ഇപ്പോൾ മറ്റൊരു ഒരു അതിഥി കൂടി ഇവിടെ ഉണ്ട്. എന്തായാലും കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന BJPയുടെ പാലക്കാട് ജില്ലയുടെ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രശാന്ത് ഇവിടെ അദ്ദേഹം ഫോട്ടോ എടുക്കാണ്. അപ്പോൾ ഒരു നിമിഷം ചേട്ടാ, പ്രധാനമന്ത്രി എത്തുകയാണ്. വലിയ പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, മോഹമുണ്ട്. തിരുവനന്തപുരം മാത്രമല്ല, റെയിൽവേ വികസനം അടക്കമുണ്ട്. അപ്പോൾ കേരളത്തിലെ യുവാക്കളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ, BJPയുടെ ഒരു യുവ നേതാവ് എന്ന നിലയിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? അല്ല, വലിയ രീതിയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന സമയത്ത് തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം തലസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുന്നുള്ളത്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന് പറയുന്നത് കേരളത്തിന് മുഴുവൻ വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിൻ്റെ സൂചന എന്നുള്ള രീതിയിൽ വികസനത്തിൻ്റെ രാഷ്ട്രീയം ജനങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പ്രശാന്ത് അടക്കമുള്ള എല്ലാവരും ആവേശത്തിലാണ്. അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിൽ BJPയുടെ പല മുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതോടൊപ്പം പ്രാദേശികമായിട്ടുള്ള പലയിടങ്ങളിൽ നിന്നുള്ള BJPയുടെ പ്രവർത്തകരുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും ഒറ്റ ആവേശത്തിലാണ്, എല്ലാവരും ഒറ്റ പ്രതീക്ഷയിലാണ്. പ്രധാനമന്ത്രി ഒന്ന് കാണുക, പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് കേൾക്കുക, അദ്ദേഹം എന്തൊക്കെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന്. ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുള്ള വികസന പദ്ധതികൾക്കപ്പുറത്തേക്ക് എന്തൊക്കെ പുതിയ പദ്ധതികൾ അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാനുണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഈ ഹൈസ്പീഡ് ട്രെയിൻ സംബന്ധിച്ചിട്ടുള്ള പ്രതീക്ഷ അത് പ്രധാനപ്പെട്ടതാണ്. മെട്രോമാൻ E. ശ്രീധരന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗതാഗത രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിതെളിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഹൈസ്പീഡ് ട്രെയിൻ സംവിധാനം, അതിനെപ്പറ്റിയുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പലവിധമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞ് അതിനെപ്പറ്റി നമുക്കിപ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കാണ് എന്നുള്ളത് കൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, വിഴിഞ്ഞത്തെയും തിരുവനന്തപുരം നഗരത്തേക്കുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് തിരുവനന്തപുരത്തിന് അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ആകെ വലിയ വികസന മുന്നേറ്റത്തിന് വഴിതെളിക്കുന്നതായിരിക്കും. അത്തരം പ്രഖ്യാപനങ്ങൾ, അത്തരം പ്രതീക്ഷകളൊക്കെ ഉണ്ട്. എന്തായാലും അല്പസമയത്തുള്ളിൽ പ്രധാനമന്ത്രിയെ കാണാൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ തലസ്ഥാനവാസികൾക്ക് കഴിയുമെന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതീക്ഷ. അതിപ്പോൾ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രധാന സേവകൻ കേരളത്തിലെത്തിയിരിക്കുന്നു, തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അല്പസമയം അവിടെ നിന്ന് അദ്ദേഹം പുത്തരിക്കണ്ടത്തേക്ക് യാത്ര തിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം ചേരുന്നുണ്ട് ഗോകുൽ രമേശ് ഉള്ളത് നമ്മുടെ ഓവർബ്രിഡ്ജിന് സമീപത്ത് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്ന ഇടത്താണ്. ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പൂക്കൾ ഇങ്ങനെ വാരി വിതറി നടുവിലൂടെ തലയെടുപ്പോടെ പ്രധാനമന്ത്രി ഇങ്ങനെ വരുന്നു, അംഗരക്ഷകർ സമീപത്തു കൂടി വരുന്നു. നമ്മളത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതേ കാഴ്ചയുടെ ആവർത്തനമാകും ഇന്ന് തലസ്ഥാനത്തുണ്ടാവുക, ഒരു സംശയവും വേണ്ട. ഗോകുൽ, എന്താണ് അവിടുത്തെ അവസാനവട്ട ഒരുക്കങ്ങൾ?
കൃഷ്ണരാജ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രം മതി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയെ കാത്ത് BJP പ്രവർത്തകരും തിരുവനന്തപുരത്തെ ജനങ്ങളുമൊക്കെ ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയാണ്. അവർ കുറേ മണിക്കൂറുകളായിട്ട് ഈ പാതയോരങ്ങളിൽ ഇങ്ങനെ പ്രധാനമന്ത്രിയെ കാത്ത് നിൽക്കുകയാണ്. നമുക്ക് അവരുടെ കുറച്ചുപേരുടെ പ്രതികരണങ്ങളൊക്കെ ചോദിക്കാൻ തോന്നും. പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുകയാണല്ലേ? തീർച്ചയായിട്ടും വളരെ ആവേശത്തിലാണ് ഞങ്ങൾ. വിശ്വഗുരുവാണ്, വിശ്വത്തിൻ്റെ നേതാവാണ്. ആ നേതാവിനെ കാത്തുള്ള വരവേൽപ്പിനായിട്ട് ആ ദൃശ്യം കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തുനിൽപ്പാണ്. അനന്തപുരിയുടെ മണ്ണിലേക്ക് ആ ലോക നേതാവ് വരികയാണ്. അതൊരു വലിയൊരു മൊമെൻ്റ് ആണ്. അതെ, തീർച്ചയായിട്ടും വമ്പൻ പ്രഖ്യാപനങ്ങളും ഉണ്ടാവും. ഈ തിരുവനന്തപുരം ജില്ലയിലെ വികസനത്തിൻ്റെ കുതിപ്പുണ്ടാകാൻ പോകുന്നത് പ്രധാനമന്ത്രിയുടെ ഈ കൂടി തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ കേരളം രക്ഷപ്പെടും. BJP കേരളം ഭരിക്കുക തന്നെ ചെയ്യും. ഇവിടുന്ന് തുടങ്ങിയാണ്. ചേട്ടാ, എത്രമാത്രം ആവേശത്തിലാണ് നിങ്ങൾ പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു ആവേശം? ഭയങ്കര ആവേശത്തിലാണ് ഞങ്ങൾ. എന്ന് പറഞ്ഞാൽ ലോകാരാധനാണ്. ഭാരതത്തെ ലോകത്തിന് മുന്നിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിർത്തുന്ന പുള്ളിയാണ്. നാളെ കേരളം BJP ഭരിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്. അദ്ദേഹത്തിൻ്റെ വരവ് ഇത്തരം ജനങ്ങളുടെ നിൽക്കുന്നത്. തിരുവനന്തപുരത്തിന് പ്രധാനമന്ത്രി നൽകിയ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ നിങ്ങളെ കാണാൻ നേരിട്ടെത്തുമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഇപ്പം എന്താ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു പ്രധാനമന്ത്രിയാണ്. ഇത്രയും കാലം എൻ്റെ 10-60 വർഷത്തിനകത്ത് ഏറ്റവും കണ്ട ഒരു പ്രധാനമന്ത്രിയാണ്. കാരണം ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യ ഇന്ന് ഏത് ലോകത്ത് നോക്കിയാലും അറിയപ്പെടുന്ന ഒരു രാജ്യമായി മാറാൻ നരേന്ദ്രമോദിജിയെ കൊണ്ട് വന്നതിന് ശേഷമാണ്. ചേട്ടാ, പ്രധാനമന്ത്രി നിങ്ങളെ കാണാൻ നേരിട്ടെത്തുകയാണ്. സന്തോഷമാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ, ബഹുമാനമേ ഉള്ളൂ. പ്രധാനമന്ത്രി നമ്മുടെ ദൈവമാണ്. ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ നേതാവാണ്. തീർച്ചയായിട്ടും. എന്തായാലും ജനങ്ങളുടെ ഒരു പ്രതികരണമാണ്. അമ്മ എന്തോ? തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ഭഗവാനെ ഞങ്ങൾ നേരിട്ട് കാണാൻ പോവുകയാണ് ആദ്യമായിട്ട്. നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ ദൈവമാണ്. തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനും ഞങ്ങൾ പ്രധാനമന്ത്രി BJP നിയമസഭയിൽ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും ഞങ്ങളെ കണ്ട അദ്ദേഹം നന്ദി പറയാൻ വേണ്ടി വരികയാണ് തിരുവനന്തപുരം. നന്ദി 100 നന്ദി. നമ്മളാണ് പറയേണ്ടത്. ഞങ്ങളെ കാണാൻ വരുന്നതുകൊണ്ട് ഞങ്ങൾ 100 കോടി പ്രപഞ്ചമാണ് അദ്ദേഹം. പ്രപഞ്ചത്തിനോട് നന്ദി പറയുമ്പോഴാണ് അദ്ദേഹത്തോട് ഞങ്ങൾ നന്ദി പറയാൻ നിൽക്കുന്നത്. വെയിലത്തായാലും ഇല്ലേ, ഇത്രയും ജനങ്ങൾ നമ്മൾ മതിയല്ലോ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുവരാൻ പോരെ. തീർച്ചയായിട്ടും വലിയ ആവശ്യത്തിലാണ് ചേച്ചി പറയാനുള്ളത്. ഏറ്റവും വലിയ സന്തോഷത്തിൽ പല ഒരു സന്തോഷം വേറൊന്നുമില്ല. പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും വലിയ പ്രധാനമന്ത്രിയാണ്. ഇതിൽ വലിയ സന്തോഷം. രാവിലെ 7 മണി മുതൽ ഇരിക്കുക പ്രധാനമന്ത്രിയെ കാണാൻ. പ്രധാനമന്ത്രി നേരിട്ട് ഒന്ന് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. 7 മണിക്ക് നിൽക്കുക. 7 മണിക്ക് എത്ര മണി വരെ ഇവിടെ നിൽക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ടേ പോകത്തുള്ളൂ. വലിയ ആവേശത്തിൽ തന്നെയാണ് അനന്തപുരി. നമുക്കറിയാം ഇവിടെ ചെണ്ടമേളങ്ങളും അതോടൊപ്പം തന്നെ മറ്റു വാദ്യഘോഷങ്ങളും കാവടിയും ഒക്കെ കൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി അനന്തപുരി അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. പൂക്കളും ഒക്കെ അല്ലെങ്കിൽ പൂക്കളും കൊടിതോരണങ്ങളും ഒക്കെ കൊണ്ട് വളരെ വർണ്ണാഭമായിട്ട് തന്നെ അനന്തപുരിയുടെ തെരുവോരങ്ങൾ അങ്ങനെ വർണ്ണാഭമായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഇനി ഏകദേശം നിമിഷങ്ങൾ മാത്രം മതി പ്രധാനമന്ത്രി ഈ രാജപാതയിലൂടെ കടന്നു പോകുവാൻ വേണ്ടിയിട്ട്. എന്തായാലും പ്രധാനമന്ത്രിയെ കാത്ത് അക്ഷമരായിട്ട് ഇങ്ങനെ അത് പ്രായഭേദ വ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരും പ്രായമായവരും അമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ചേട്ടാ, എത്ര ആവശ്യത്തിലാണ്? വലിയ ആവശ്യത്തിലാണ്. പുതിയ മേഖല വന്ന് ഭയങ്കര ആവശ്യമാണ്. പ്രധാനമന്ത്രിയെ അല്പസമയത്തിനകം എത്തും. നിങ്ങൾ എത്രമാത്രം ആവേശത്തിലാണ്? ഒരുപാട് ആവശ്യത്തിലാണ്. പ്രധാനമന്ത്രി ആദ്യമായിട്ട് കാണാൻ വരുവാണ്. ഒരുപാട് ആവശ്യത്തിലാണ്. കുറച്ച് കുട്ടികൾ കൂടെ ഉണ്ട്. ആരെ കാണാൻ വന്ന? നരേന്ദ്രമോദി ഇഷ്ടമാണോ? അല്ലെ, കുട്ടികൾ പോലും ഈ വെയിലത്ത്, നല്ല കനത്ത വെയിൽ കൂടിയുണ്ട്. ആ വെയിലത്ത് കുട്ടികളും പ്രായമായവരും ഒക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ചേട്ടാ, ജയ് മോദിജി, വികസന നായകൻ, വികസന തിരുവനന്തപുരം BJP കൈവിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി അനന്തപുരിയിലേക്ക് എത്തുകയാണ് ഈ നിമിഷം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അഭിമാനകരമാണ്? ഇതൊരു തുടക്കം മാത്രം. ഇനി വരാനിരിക്കുന്ന പഞ്ചായത്തുകളും സ്റ്റേറ്റും പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് കേരളം പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹം. പിടിച്ചെടുത്തിരിക്കും മോദിജി. ജയ് BJP, ജയ് BJP. മോദിയെ കാണാൻ വേണ്ടി രാവിലെ തൊട്ടേ നമ്മൾ ഈ വെയിലത്തൂടെ നിൽക്കുകയാണ്. നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇപ്പം നടക്കുന്നത്. ഇപ്പം തിരുവനന്തപുരത്ത് മുഴുവൻ സീറ്റും BJP പിടിച്ചിരിക്കും, ഉറപ്പാണ്. തീർച്ചയായിട്ടും. ചേച്ചി നമസ്തേ. ഞാൻ പെരുമ്പഴൂരത്തെ കൗൺസിലറും കൂടെയാണ്. നേടിയ നഗരസഭ മോദിയെ കാണുന്ന ഒരു വലിയൊരു ആഗ്രഹമാണ് ഇപ്പോഴാണ് നടക്കുന്നത്. ആ ഒരു ആവേശം എല്ലാ ജനങ്ങളിലും
ഒരു ആത്മവിശ്വാസവും ഈ പ്രവർത്തകരും ഇവിടെയുള്ള ജനങ്ങളും. കാരണം BJP ഇനി കേരളത്തിൽ നടത്താൻ പോകുന്ന വലിയ തേരോട്ടത്തിൻ്റെ ഒരു തുടക്കമായിട്ട് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം മാറും എന്നുള്ളൊരു പ്രതികരണമാണ് ഈ അനന്തപുരിയിലെ ജനങ്ങൾ നൽകുന്നത്. കാരണം അവർ അത്രമാത്രം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാൽ പോലും BJP മികച്ച വിജയം കാഴ്ചവെക്കും. അതിൻ്റെ ഒരു തുടക്കമായിരുന്നു അനന്തപുരിയിലെ ആ ഒരു വലിയ വിജയം. എന്തായാലും ആ വിജയത്തിന് നന്ദി പറയാൻ, ഇവിടുത്തെ ജനങ്ങളെ നേരിട്ട് കണ്ട് നന്ദി അർപ്പിക്കുവാനായിട്ട് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ